ഗൈസ്, എൻ്റെ പേര് അരുൺദേവ് എന്നാണ്. ഞാനൊരു 2 ദിവസത്തിന് മുമ്പ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും വ്യൂസും ഒന്നും പോയിട്ടില്ല. ഈ ഈ വീഡിയോക്കെങ്കിലും മാക്സിമം ലൈക്കും വ്യൂസും എല്ലാവരും മാക്സിമം എന്നെ സഹായിക്കണം. മലയാളി PSC ലേണിംഗ് ആപ്പ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഇന്ന് ഞാൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് കുറച്ച് ജസ്റ്റ് ഒരു നോട്ട് പറയുന്നതാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ് കേട്ടോ. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വന്നിട്ട് യോജനാ ഭവൻ. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 1950 മാർച്ച് 15. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യോജനാ ഭവൻ. അടുത്ത NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952. അടുത്ത NPC നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ നിലവിൽ വന്നത് 1965. അടുത്ത ഇതിൻ്റെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ്. ആ സമയത്ത് ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയായിരിക്കും. എനിക്ക് അവസാനത്തെ ചെയർമാൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷൻ വന്നിട്ട് ആരാണ്? മൊണ്ടേയ് സിംഗ് അലുവാലിയാണ് കേട്ടോ. മൊണ്ടേയ് സിംഗ് അലുവാലി. ഇതിൻ്റെ കുറച്ച് സവിശേഷതകളുണ്ട്. ഇന്ത്യൻ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, പിന്നെ 5th വീൽ ഓഫ് വാച്ച്, സാമാന്ത്രിക ക്യാബിനറ്റ്, ഇങ്ങനെ എല്ലാം അറിയപ്പെടുന്ന ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ വികസനത്തിന്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, പിന്നെ 5th വീൽ ഓഫ് വാച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഇതിന്റെ 4 മെമ്പേഴ്സ് ഉണ്ട്. GL മേത്ത, RK പാട്ടീൽ, VT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ആരൊക്കെയാണ്? GL മേത്ത, RK പാട്ടീൽ, VT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഓക്കെ. ഇതിന്റെ അവസാനത്തെ മെമ്പർ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ സിന്ധു ശ്രീ കുള്ളറാണ്. സിന്ധു ശ്രീ കുള്ളർ. ഓക്കെ. ഇതിന് അവസാനം നമ്മളെ കേരളത്തിലെ ആസൂത്രണ കമ്മീഷൻ 1967-ലാണ് നിലവിൽ വന്നത്. അതിന്റെ ചെയർമാൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അതിന്റെ ആദ്യത്തെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടാണ്. 1967-ലാണ്. ആദ്യ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ MK ഹമീദും. ഇപ്പോഴത്തെ നിലവിലെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ, ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ പിണറായി വിജയൻ. ഉപാധ്യക്ഷൻ VK വേലായുധൻ കേട്ടോ. VK വേലായുധൻ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ആസൂത്രണ കമ്മീഷന്റെ മെയിൻ എന്താണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചവത്സര പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുക, പിന്നെ അത് നടപ്പിലാക്കുക. പക്ഷെ ഔദ്യോഗിക അനുമതി കൊടുക്കുന്ന ആരാണ്? NDC ആണ് കേട്ടോ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് കേട്ടോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ആസൂത്രണ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അതിന് പകരം വന്നതാണ് നീതി ആയോഗ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ല, നീതി ആയോഗ്. അപ്പൊ അത് ജസ്റ്റ് നോട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഇത്രയും ക്ലാസ്. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. നന്ദി, നമസ്കാരം.